എല്ലാവർക്കും നമസ്കാരം. ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഷോൾ അടിക്കുന്ന സമയത്തുണ്ടല്ല, ഈ മുത്തിൽ കൊണ്ടിട്ട് ഈ സൂചി ഒടിഞ്ഞായിരുന്നു. സൂചി ഒടിഞ്ഞിട്ട് നമ്മുടെ ഈ പല്ല് കണ്ട അതിലേക്കാണ് കയറിപ്പോയത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സൂചി ഒടിയാതെ നോക്കണം. ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈമിങ് വ്യത്യാസം വരും. ഇതിൻ്റെ ടൈമിങ്ങിന് വ്യത്യാസം വന്നാൽ സ്റ്റിച്ച് പിടിക്കൂല. താഴത്തെ നൂലും മുകൾ ഭാഗത്തെ നൂലും തമ്മിൽ ജോയിൻ്റ് ആവൂല. അപ്പോൾ പിന്നീട് നമുക്കത് കടയിൽ കൊടുക്കേണ്ടി വരും. നമ്മൾ വീട്ടിലിരുന്ന് ശരിയാക്കിയാൽ ഒന്നും ശരിയാവൂല കേട്ടോ. അപ്പോൾ ഈ സൂചി ഒടിഞ്ഞോണ വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇതിൽ കൊടുത്തേക്കാം കേട്ടോ. വേണ്ട, സൂചി ഒടിയണുണ്ട്, അവിടെ മുത്തുണ്ടായിരുന്നത് ശ്രദ്ധിച്ചില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സൂചി എടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി. കാരണം അങ്ങനെ സൂചി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഷട്ടലിനൊന്നും സംഭവിക്കാണ്ടിരുന്നത്. നേരെ മറിച്ച് നേരെ ആ കേസിലേക്ക് ചെന്ന് ഇടിക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ ടൈമിങ് മാറിപ്പോയി. ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ടൈമിങ് മാറിയിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് കറക്റ്റ് ആവില്ല എന്നുള്ളത്. നോക്കിക്ക് എന്തോരം പാടുപെട്ടിട്ടാണ് ആ സൂചി എടുക്കുന്നത് തന്നെ. നമുക്ക് ഈ സൂചി മാറ്റിയിടണം. സൂചി മാറ്റിയിടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മെഷീനാണെങ്കിലും സൂചി സെയിം ആയിട്ട് തന്നെയാണ് മാറ്റിയിടുന്നത്. സാധാരണ മെഷീനൊരു ചെറിയൊരു ഇങ്ങനെ പരന്നൊരു വശം ഉണ്ടാവും, അത് നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് വരണം. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സൂചി മാറ്റിയിടാമെന്ന് വിചാരിച്ചപ്പോഴുണ്ടല്ലോ, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 18 സൈസിൻ്റെ സൂചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സൂചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീൻസിനും കട്ടിയുള്ള തുണികൾ അടിക്കണേന്നുള്ള സൂചിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഷോൾ അടിക്കാൻ വേണ്ടത്, ഷോളിൽ നമുക്ക് ലേസ് ഉണ്ടല്ലോ, അതിന് വേണ്ടത് 14 ഇഞ്ചിൻ്റെ സൂചിയാണ്. 14 ഇഞ്ചിൻ്റെ സൂചി എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സാധനങ്ങൾ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ തയ്ച്ചെടുക്കാം. പിന്നെ 11 ഇഞ്ചിൻ്റെ സൂചി ഉണ്ട് കേട്ടോ. 11 ഇഞ്ചിൻ്റെ സൂചി എന്ന് പറയുമ്പോൾ വളരെ നൈസായിട്ടുള്ള, അതായത് ക്രൈപ്പ് മെറ്റീരിയൽ ഇല്ലേ, നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ, അതിനേലും വളരെ നൈസായിട്ടുള്ള തുണി തയ്ക്കുന്നതിനാണ് 11 ഇഞ്ചിൻ്റെ സൂചി ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് 14 ഇഞ്ചിൻ്റെ സൂചിയാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് മെഷീനിൽ മാറ്റിയിടണമെന്ന് നോക്കാം. നമുക്ക് ഒരു ബോബിൻ ഉപയോഗിച്ച് തന്നെ ഈ സൂചി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. നോക്കിക്കേ, സൂചി പകുതിയുള്ളൂ, ബാക്കി പകുതി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി വലിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് 14 ഇഞ്ചിൻ്റെ സൂചി എടുക്കാം. ഇത് ബൾക്കായിട്ട് മേടിച്ച് വെക്കണേണ്ട എപ്പോഴും നല്ലത്. നമുക്ക് എപ്പോഴും ഓരോ സൂചിയായിട്ട് മേടിക്കുന്നതിന് നല്ലത് ബൾക്കായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അധികം റേറ്റ് ആവില്ല. ഹോൾസെയിൽ റേറ്റ് 80 രൂപയൊക്കെ ഉള്ളൂ. ഇത് കണ്ട, ഇതിൻ്റെ ഈ കാണവശം കണ്ട, ഞാൻ കാണവശം എന്നാണ് പറയണത്. ഇത് കണ്ട, ഒരു വശം കംപ്ലീറ്റ് ഉരുണ്ടതും മറുവശം ഈ വശം കണ്ട നല്ലോണം ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ട, നമ്മൾ നഖം വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കാണവശം പോലെ വന്നിട്ട് പിന്നൊരു ചെറിയ ഇത് ഉണ്ടെന്ന് നോക്കിയേ. ഈ വശം ഉരുണ്ടിട്ട് ചെറിയൊരു ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ പരപ്പുണ്ട് ഈ താഴ്ഭാഗത്തുമ്പോൾ. ഈ വശത്ത് കംപ്ലീറ്റ് ഇങ്ങനെ കാണ പോലെ നിൽക്കുന്നതാണ്. ഈ കാണ പോലെ നിൽക്കുന്ന വശം കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന നമ്മുടെ ഈ ഇടതുവശത്തെ കൈയിൻ്റെ അവിടെ വേണം വരാനായിട്ട്. ഈ ഉരുണ്ട വശം കണ്ട, ഉരുണ്ട വശം ചെറിയ പരപ്പുള്ളത് അത് റൈറ്റ് സൈഡിൽ വേണം വരാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഹോള് ഇങ്ങോട്ട് വേണം നിൽക്കാനായിട്ട്. ഇതിനെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുന്ന സമയത്ത് കാണവശം കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമ്മളിതിനെ തിരിച്ചു കൊടുക്കണം. നോക്കിക്കേ, എന്നിട്ട് നമ്മൾ ഈ ബോബിൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. എന്നാലും നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ ടൈമിങ് മാറിയാന്നൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. കാരണം ഇത് സ്പീഡിന് തയ്ച്ചുകൊണ്ടേ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതുമല്ല, നമുക്ക് പെട്ടെന്ന് ഷോളിലൊക്കെ ഡിസൈനൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് പണി തീരണമെന്നുള്ളൊരു മൈൻഡാണ്. അത് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് കാണണമെന്നുള്ളൊരു മൈൻഡാണ്. അതിന് വേണ്ടി ഞാൻ സ്പീഡിന് അടിച്ചപ്പോൾ ആ മുത്ത് ശ്രദ്ധിച്ചില്ല, അങ്ങനെ പൊട്ടിപ്പോയതാണ് കേട്ടോ. നോക്കിക്കേ, ഇത് വേണ്ട, ഇതിനെ നമ്മൾ കോർത്തിട്ടിട്ട് ഒരുപാട് നൂലൊന്നും വേണ്ട കേട്ടോ. ഇതിന് കോർത്തിട്ടാൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന മെഷീനല്ലേ, പെട്ടെന്നൊന്നും കയറിപ്പോവില്ല. സാധാരണ മെഷീൻ പോലെയല്ല, വളരെ നമുക്ക് നമ്മളോട് നല്ലോണം ഒത്തുപോണ ഒരു മെഷീനാണ്. നമുക്കിതിലിങ്ങനെ
തയ്ച്ച് നോക്കാം. തയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഷട്ടലൊന്ന് പൊക്കി കൊടുക്കാം, എന്നിട്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഷട്ടലിന് നമ്മൾ സൂചി ഒടിഞ്ഞതിന് ഷട്ടലിന് വ്യത്യാസം വന്നാൽ പിന്നെ ഈ മെഷീനായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ആളെ വിളിച്ചാൽ മാത്രമേ ഓക്കെ ആവുള്ളൂ. സാധാരണ മെഷീൻ നമുക്ക് എവിടെ വേണമെങ്കിലും പൊക്കിക്കൊണ്ട് നടക്കാം. ഈ മെഷീൻ നല്ല ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ഉള്ളതുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കാൻ. അപ്പം പരമാവധി നോക്കുക. ഇതേപോലെ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് സൂചി ഇടാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാലും മതിയാകും കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെയാണ് ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചാലും മതിയാവും. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്കിവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.